അപ്പോ നമുക്ക് ചർച്ച തുടങ്ങാം. 1947 ഓഗസ്റ്റ് 15 എന്താ സംഭവിച്ചെന്ന് അത് അങ്ങനത്തെ വിഷയങ്ങൾ ഞാൻ കൂടുതൽ കിട്ടിയ കാര്യം അതുകൊണ്ടൊന്നുമില്ല. അതറിയാം, പക്ഷെ എനിക്ക് അത് ഇവിടെ പറയേണ്ട കാര്യമില്ല മോനെ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാകുക? ജീവിതത്തിൽ ഒരു 20 വർഷത്തോളം അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു ഭൂരിഭാഗം കാര്യങ്ങൾ ഇങ്ങനെ കേസ് കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിട്ട് അത്രത്തോളം ബോൾഡ് ആയിട്ടുള്ള ഒരു ലേഡിയാണ് താങ്കൾ എന്ന് സ്വയം പറയുന്നു. ചെക്കന്റെ സ്വഭാവം കേട്ടിടത്തോളം അടിയായിരുന്നു ഇങ്ങനെ ടൈപ്പാ. സത്യത്തിൽ അങ്ങനെ ശരിക്കും ബോൾഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ബോൾഡാ മോനെ, കാരണം ജീവിക്കണ്ടേ. എനിക്ക് കണ്ടിട്ടൊരു എന്തൊക്കെയോ പേടികളുള്ളിൽ ഓവർ സ്മാർട്ട് ആവുന്നത് എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ ഇത്രയ്ക്ക് ഓവർ ആകരുത്. ഒരു ഗ്രനേഡിന്റെ പിന്നൂരിട്ട് ഇപ്പൊ പൊട്ടു ആര് പറഞ്ഞു? ഒന്നുമില്ല, എനിക്ക് നല്ല തന്റെ ഇടം, നല്ല ധൈര്യം. വിളഞ്ഞ വിത്ത സൂക്ഷിക്കണേ. എന്തുകൊണ്ടാണ് ഇനി ആ ബോംബ് എന്താണ്? എന്തിനാ ഞാൻ ബോംബ് പൊട്ടിക്കുന്നത്? എനിക്കൊരു ബോംബ് പൊട്ടിച്ചൊരു കുടുംബം കലക്കലല്ല എന്റെ പരിപാടി. അത് പറഞ്ഞിട്ട് എനിക്ക് കാശ് വാങ്ങലല്ല എന്റെ പരിപാടി. അല്ല, അത്തരത്തിൽ ചേച്ചി പലപ്പോഴും മീഡിയ അറ്റൻഷന് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ മീഡിയ അറ്റൻഷൻ എന്ന് പറയല്ലേ മന, അതൊക്കെ മീഡിയ അറ്റൻഷൻ എന്ന് പറയല്ലേ മന, അതൊക്കെ വേറെ ആരെങ്കിലും പറയും. എനിക്കൊരു അറ്റൻഷന്റെ കാര്യമില്ല. എനിക്കിതൊന്നും മറുപടി പറയാൻ അറിയാൻ വേണ്ടല്ല, പക്ഷെ ഇത്തിരി സംസ്കാരം ഉണ്ടായിപ്പോയി. നിരന്തരമായിട്ട് അടിക്കടി വിവാദങ്ങൾ വരുന്നത് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ഉണ്ട്, അതായത് പൈസ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു ഇത്തരം വിവാദങ്ങൾ. എന്താ മോനെ എന്നെ കൊണ്ട് കൂടുതൽ വിവാദം ഉണ്ടായിട്ടുള്ളത് ഒന്ന് പറഞ്ഞുതരാം. അല്ലേ ഇല്ലേ ഒന്നുമില്ലേ? മര്യാദ കാണിക്കാൻ പറ്റും. അല്ല, ഇപ്പം കാവേരി ആ ഒരു അതെന്തായാലും കേസ് വന്നു, അത് നിരപരാധിയാണെന്ന് കോടതിയിലിരിക്കുന്ന മജിസ്ട്രേറ്റിന്റെ അമ്മയുടെ മോനൊന്നുമല്ല. ഈ പറയുന്നത് വളച്ചൊടിച്ച് പറഞ്ഞതൊക്കെ വേറെ ആരോടും പറയും. എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? പിന്നെ എങ്ങനെയാ സംസാരിക്കണ്ടേ? എന്നോട് സംസാരിക്കുമ്പോ നീ മാറ്റി പറഞ്ഞ ഞാൻ വിട്ടു തരട്ടെ. നീ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ അത്ര എളുപ്പമല്ലേ? നീ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് എന്റെ അടുത്ത് പഴയ കാര്യത്തിൽ ഞാൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു, ആ ത്രെഡ് കൊണ്ടുവന്ന് കളിക്കുന്ന കളി ഇവിടെ അല്ല. വെറുതെ കുതിര കയറാൻ വരരുത്. പിന്നെ പണ്ടത്തെ കാലം അങ്ങനെ പറഞ്ഞില്ല. ഞാൻ നിങ്ങളുടെ എക്സ്പ്ലനേഷൻ കറക്റ്റ് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരാളുടെ മുന്നിൽ ഇപ്പോഴും ശിലായുഗത്തിൽ ഇരിക്കുന്ന ഒരാൾ വന്നിരിക്കുമ്പോൾ ചിലപ്പോൾ ആരാ അങ്ങനെ 2050 ആരും എന്തിനാ ബേജാറാവണ്? എന്തെങ്കിലും ആവട്ടെ. ഞാൻ ആദ്യവും അവസാനം നീ ഇതിട്ട് തോണ്ടി എന്നെ ഇളക്കാൻ നോക്കണ്ട. ഇളകത്തില്ല. സ്ത്രീകളെന്താ എങ്ങനെ പെരുമാറണേ? ഇവനെന്ത് തലയ്ക്ക് വല്ല ഭ്രാന്തുണ്ട്? നിങ്ങൾ ആ ക്യാമറയ്ക്ക് എടുത്ത് മാറ്റി നാക്കി കുരുവരണ വർത്താനൊന്നും പറയല്ലേ. ഇല്ല പോലെയുള്ള ഒരാൾ പഴയ കാലത്തെ കാര്യം പറഞ്ഞ് ബബ്ബ അടിക്കാൻ നിൽക്കലും. നീ ആദ്യം കുറച്ച് ഇന്റർവ്യൂവിന് പറയേണ്ട വാക്കുകൾ ഭാവി ചെല്ലിനോർത്ത് പാതാളം അല്ലാണ്ട് പിന്നെ എന്ത് പറയാൻ? ഇന്റർവ്യൂവിന് പറയേണ്ട വാക്കുകൾ കാര്യങ്ങളും ചോദ്യങ്ങളൊക്കെ പഠിച്ചിട്ട് വാ. മതിയാക്കിയോ? ഞാൻ ഈ യോഗത്തിനായി നീക്കി വെച്ചിരിക്കുന്ന സമയം കഴിഞ്ഞിരിക്കുന്നു. യോഗം പിരിച്ചുവിട്ടിരിക്കുന്നു.